എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, ചണ്ഡിക എല്ലാ ദേവിമാരുടെയും ഒരു ദേവി തന്നെയാണ് പല രൂപത്തിൽ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമുക്കിനി 30ാമത്തെ ശ്ലോകത്തിൽ മഹാലക്ഷ്മിയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അതായത് യാതൊരു ദേവിയുടെ മാഹാത്മ്യം സർവപ്രപഞ്ച സൃഷ്ടിയാദികൾക്കും അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികൾക്കും കാരണഭൂതമായിരിക്കുന്നു. ആ ദേവി അത്യന്തം അവർണ്ണനീയ തന്നെയാണ്. ആ മഹാലക്ഷ്മി മാഹാത്മ്യത്തെയാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ മഹാലക്ഷ്മി, അതായത് ശ്ലോകം നോക്കാം. മഹാലക്ഷ്മീരേവ മാതാരാജൻ സർവേശ്വരേശ്വരി നിരാകാരാച സാകാര സൈവ നാനാഭിധാനഭത് നാമാന്തരൈർ നിരൂപ്യേഷ നാംനാ നാന്യേന കേനചിത്. ഇവിടെ രാജൻ ആ സുരഥ മഹാരാജാവിനെ വിളിച്ച് വീണ്ടും പറയുകയാണ്. രാജൻ മഹാലക്ഷ്മി ദേവി, അതായത് ഈ മഹാലക്ഷ്മി ദേവി തന്നെ സർവേശ്വരേശ്വരി, എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരികൾക്കും ഈശ്വരി മഹാലക്ഷ്മി ദേവി തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ എല്ലാ ഈശ്വരന്മാർക്കും ലോകത്തിൽ അതായത് 33 ദേവന്മാരുണ്ടെന്ന് പറഞ്ഞ ആ ദേവന്മാർക്കെല്ലാം ഈശ്വരി ഈ മഹാലക്ഷ്മി തന്നെയാണ്. വേദശാസ്ത്ര പുരാണ അതുപോലെ പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലെ ഉപനിഷത്തുകളെല്ലാം ഇത് സമ്മതിക്കുന്നുണ്ട്. അതുപോലെ സർവേശ്വരേശ്വരി നിരാകാരാച സാകാര. നിരാകാര എന്ന് പറഞ്ഞാൽ ആകൃതിയില്ല, ആകാരത്തോട് കൂടിയവളും ആകാരമില്ലാത്തവളും, ആകൃതിയോട് കൂടാത്തവളും ആകൃതിയോട് കൂടിയവളും. അതായത് ആകൃതിയോട് കൂടാത്തവൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിലെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുമോ? അത് സൂക്ഷ്മരൂപമാണ്. അതായത് ലക്ഷ്യാലക്ഷ്യ സ്വരൂപങ്ങളെ വഹിക്കുന്നവളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നിരാകാരാജ സാകാര എന്ന് പറഞ്ഞിരിക്കുന്നത്. സാകാര എന്ന് പറഞ്ഞാൽ ആകാരത്തോട് കൂടിയവൾ, നിരാകാര ആകാരമില്ലാത്തവൾ. അതുപോലെ മാത മഹാലക്ഷ്മീരേവ മാത രാജൻ സർവേശ്വരീശ്വരി എന്ന് പറഞ്ഞിരിക്കുന്നു. ഏവം ഇപ്രകാരം മാതാവായിരിക്കുന്നവളാണ് മഹാലക്ഷ്മീരേവ മാതാ രാജൻ സർവേശ്വരേശ്വരി. ഈ ജഗത്തിൻ്റെ തന്നെ മാതാവായിട്ടിരിക്കുന്നവളാണ് ദേവി എന്ന് പറഞ്ഞ് എല്ലാ സകല ചരാചരങ്ങൾക്കും മാതാവാണ്. നാമാന്തരൈഹി മഹാമായാദി നാമങ്ങളെ കൊണ്ട് മഹാവിദ്യാദി നാമങ്ങളെ കൊണ്ടും അറിയപ്പെടുന്നവളാണ് ദേവി. അതാണ് നാമാന്തരൈഹി, അന്തരങ്ങൾ, വ്യത്യാസങ്ങളുണ്ട്, വ്യത്യസ്തമായ നാമങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവൾ. നാനാഭിധാനഭത്സായവ മഹാകാളി മുതലായ പല നാമങ്ങളെ ധരിക്കുന്നവളാണ് ഈ മഹാലക്ഷ്മി. പല നാമങ്ങളെ ധരിക്കുന്നവൾ ഈ മഹാലക്ഷ്മി തന്നെയാണ്. നാനാഭിധാനഭൃത്സ ഏവ ഇപ്രകാരം നിരൂപ്യ ഏഷ, അതായത് ഇപ്രകാരം നിരൂപിക്കപ്പെടുന്നവളും ഇവളാകുന്നു എന്ന് പറഞ്ഞു. അന്യേന, അല്ലെങ്കിൽ മറ്റ് തരത്തിൽ പറഞ്ഞാൽ കേനചിത് നാംന, ഏത് നാമം കൊണ്ട് നിരൂപിക്കപ്പെടുന്നവൾ ഇവളല്ല. അതായത് അതിൻ്റെ അർത്ഥം ഏത് നാമം കൊണ്ട് നിരൂപിക്കപ്പെടുന്നവളല്ല എന്ന് ചോദിച്ചാൽ എല്ലാ നാമങ്ങളെ കൊണ്ടും നിരൂപിക്കപ്പെടുന്നവൾ ഈ ദേവി തന്നെയാകുന്നു, ഈ മഹാലക്ഷ്മി തന്നെയാകുന്നു. മഹാലക്ഷ്മിക്ക് നാമങ്ങളില്ലാത്തതിനാൽ അന്യകളായി വെഷ്ടിരൂപി, അതായത് സമഷ്ടി വെഷ്ടിരൂപികളായിരിക്കുന്ന മഹാകാളി മുതലായവരുടെ നാമങ്ങൾ കൊണ്ട് തന്നെ അവളെ അറിയപ്പെടും, അതായത് ഈ ദേവിയെ അറിയപ്പെടും. അതുപോലെ സമഷ്ടിയായിരിക്കുന്ന ദേവി, അതായത് ഈ മഹാലക്ഷ്മിയെ വിട്ട് വെഷ്ടിത്രയ മധ്യസ്ഥയായ മഹാലക്ഷ്മി തന്നെ സർവോത്തമം എന്ന് പറയുന്നത്. അങ്ങനെ ഭക്തരുടെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ അത് ശരിയായിട്ട് തന്നെ ഉള്ളതാണോ എന്ന് സംശയിച്ചിരിക്കുകയാണ് ഇവിടെ ഈ മഹാലക്ഷ്മി തന്നെയാണ് എല്ലാ രൂപത്തിലും നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ. അതുപോലെ പല രൂപങ്ങളിൽ പല നാമങ്ങളിൽ ദേവി തന്നെയാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ദേവീ മാഹാത്മ്യത്തിൽ 4 സ്തുതികളുണ്ട്. അവയിൽ ദേവീ സൂക്തം, മഹാകാളി, മഹാസരസ്വതി, മഹാലക്ഷ്മി ഈ ദേവതകളിൽ നിന്നും ഭിന്നമായിട്ട് ഒരു നമുക്ക്, അതായത് നമ്മുടെ നേരായ കണ്ണുകൾ കൊണ്ട്, അതായത് ഈ മാംസ ചക്ഷുസ് കൊണ്ട് കാണാൻ പറ്റാതെ
ഇരിക്കുന്ന മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നതും. മറ്റുള്ള സൂക്തങ്ങളെല്ലാം ക്രമേണ, അതായത് ഒരു ആകാരത്തോടു കൂടിയ കാളി, മഹാലക്ഷ്മി, സരസ്വതി, ഇങ്ങനെ 3 മൂർത്തികളെ സ്തുതിക്കുന്നതുമാകുന്നു. അതായത് ദേവി സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് നമുക്കറിയാം ക്ഷുധാരൂപേണ സംസ്ഥിത എന്ന് പറയുമ്പോൾ ക്ഷുധ അത് ഒരു അനുഭവമാണ്, അല്ലാതെ നമുക്കത് അറിയാൻ പറ്റുമോ, കാണാൻ പറ്റുമോ അതിനെ? അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ യാ ദേവി സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു പുഷ്ടിരൂപേണ സംസ്ഥിത, നമസ്തസ്യൈ 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 നമോ നമഃ, നിദ്രാരൂപേണ സംസ്ഥിത, ഇങ്ങനെ പറയും. ഇതൊക്കെ ആ മാംസചക്ഷുസുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആ 3 ദേവതമാരുടെയും രൂപത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. മറ്റ് സ്തോത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തെ മനസ്സിൽ വിചാരിച്ചാണ് നമ്മൾ സ്തുതിക്കുന്നത്. അങ്ങനെ ആ മഹാലക്ഷ്മി തന്നെയാണ് നമ്മളാൽ ഉപാസിക്കപ്പെടുവാൻ യോഗ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഈ മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതിയും ക്രമേണ ഈ മഹാലക്ഷ്മി, ഈ ദേവീ മാഹാത്മ്യത്തിൻ്റെ ആ പ്രഥമചരിത്രം, മധ്യമചരിത്രം, അതുപോലെ തന്നെ ഉത്തമചരിത്രം, ഈ 3 ചരിത്രങ്ങളുടെയും ദേവതകൾ മഹാലക്ഷ്മി. അതുപോലെ തന്നെ നവാക്ഷരി മന്ത്രത്തിൻ്റെ ദേവതയും മഹാലക്ഷ്മി തന്നെയാണ്. നവാക്ഷരി മന്ത്രം ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ ഈ ദേവീ മാഹാത്മ്യം കൊണ്ട് മഹാലക്ഷ്മി എങ്ങനെ ഉപാസിക്കപ്പെടാതിരിക്കും എന്നാണ് ചോദിക്കുന്നത്. മഹാകാളി, മഹാസരസ്വതി, മഹാലക്ഷ്മി, ഈ ദേവതമാരെ എപ്പോഴും എവിടെയും, അതായത് നമുക്ക് ആരാധിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദേവീ മാഹാത്മ്യം കൊണ്ട് എപ്പോഴും എവിടെയും ആരാധിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ദേവി ദൂത സംവാദത്തിൽ നമുക്കറിയാം 7ാമത്തെ ശ്ലോകം മുതൽ 36ാമത്തെ ശ്ലോകം വരെ ദേവി ദൂത സംവാദത്തിലെ ആ ദേവി സൂക്തമാണ്. പിന്നെ ദേവിയുടെ ആ അവതാരങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ അനേകം, അതായത് നമുക്ക് അറിയാം നാരായണീ സ്തുതിയിൽ ഭ്രാമരി എന്ന് വിളിക്കുന്നത്, ശാകംഭരി എന്ന് വിളിക്കുന്നത്, അങ്ങനെ പല അവതാരങ്ങളെയും പറയുന്നുണ്ടല്ലേ. ഇനി എല്ലാ അവതാരങ്ങളെയും മഹാലക്ഷ്മി ദേവിയുടെ ഈ മഹാത്മ്യത്തിൽ, ഈ ദേവീ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഏതസാം പരമാപ്രോക്ത കൂടസ്ഥാസാ മഹീയസി മഹാലക്ഷ്മിർ മഹാഭാഗ പ്രകൃതി പരമേശ്വരി, ഇവിടെ പ്രകൃതിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ സ്വാരോജിഷേന്ദരേ രാജ്ഞെ സുരധായ മഹാത്മനെ സമാധയേ ച വൈശ്യായ പ്രണതായ വസീദത്തെ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്കറിയാം ഇതിൻ്റെ സുരഥനും വൈശ്യനും ആ നദീപുളിനത്തിൽ ചെന്ന് തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയില്ലേ, അതും നമുക്കറിയാം. അപ്പോൾ ദേവി ഏത് നാമങ്ങൾ കൊണ്ട് ജപിച്ചാലും, ഏത് നാമങ്ങളെ കൊണ്ട് നമ്മൾ സ്തുതിച്ചാലും ആ മഹാലക്ഷ്മി തന്നെയാകുന്നു. ദുർഗാദേവി എന്ന് പറയുന്നതും ആ മഹാലക്ഷ്മി തന്നെയാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ആ സത്യം, ജ്ഞാനം, ചിത്ത്, മഹാമായ മുതലായ ശബ്ദങ്ങളെ കൊണ്ടും മറ്റ് നാമങ്ങളെ കൊണ്ടും ആ ആരാധിക്കപ്പെടുന്നവൾ, നിരൂപിക്കുന്നവൾ മഹാലക്ഷ്മി തന്നെയാണെന്നാണ് ഈ പ്രാധാനിക രഹസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനാനാം ചിന്മയാതീതം ശൂന്യാനാം ശൂന്യസാക്ഷിണി യസ്യാഹ പരതരം നാസ്തി സൈഷാ ദുർഗാ പ്രകീർത്തിത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ദുർഗ എന്ന് പ്രകീർത്തിക്കുന്നതും ഈ മഹാലക്ഷ്മി തന്നെയാണ്. മഹാലക്ഷ്മിർ മഹാരാജ സർവസത്വമൈശ്വരി എന്ന് പറയും. എല്ലാം ലക്ഷ്മീ ദേവി തന്നെയാണ്. സർവകാരണകാരണിയായി, തുരീയായി, ചരിത്രത്രയ ദേവതാ സമഷ്ടിരൂപിണിയായി. ചരിത്രത്രയം എന്ന് പറഞ്ഞിരിക്കുന്ന 3 ചരിത്രം, പ്രഥമചരിത്രം, മധ്യമചരിത്രം, ഉത്തമചരിത്രം. അങ്ങനെ ആ വൃഷ്ടിത്രയാത്മികയായിരിക്കുന്നത്, നിർഗുണയായിരിക്കുന്നത്, ഗുണത്രയ സാമ്യാവസ്ഥാ സ്വരൂപിണിയായിരിക്കുന്നത്, സത്വരജസ് തമോ ഗുണപ്രധാനയായിരിക്കുന്ന ആ 3 ഗുണങ്ങളുടെയും സാമ്യാവസ്ഥയിലിരിക്കുന്ന ആ മഹാലക്ഷ്മി മഹാകാളിയായിട്ടും മഹാസരസ്വതിയായിട്ടും അവതരിച്ചു. ആ മഹാലക്ഷ്മി ബ്രഹ്മാവിനെയും മഹാലക്ഷ്മിയെയും പിന്നെ മഹാകാളി രുദ്രനെയും സരസ്വതിയെയും, മഹാസരസ്വതി വിഷ്ണുവിനെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും, ഇങ്ങനെ 3 പേരും 3 മിഥുനങ്ങളെ സൃഷ്ടിച്ചിട്ട്, അതായത് ആദ്യമായി മഹാലക്ഷ്മി അവതരിച്ചു, ആദ്യ മഹാലക്ഷ്മി മഹാകാളിയായിട്ട് അവതരിച്ചു. ആ മഹാകാളി മഹാസരസ്വതിയെയും ബ്രഹ്മാവിനെയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് മഹാകാളി രുദ്രനെയും ഗൗരിയെയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ്
വിഷ്ണുവിനെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെയും തന്നെ സൃഷ്ടിച്ചു. ഇങ്ങനെ 3 പേരും 3 വിഘ്നങ്ങളെ സൃഷ്ടിച്ചിട്ട് എല്ലാം ആ ആദി ഉണ്ടായിരുന്ന മഹാലക്ഷ്മി തന്നെയാണ്. സരസ്വതിയെ ബ്രഹ്മാവിനും ഗൗരിയെ രുദ്രനും ലക്ഷ്മിയെ വിഷ്ണുവിനും കൊടുത്തു. ബ്രഹ്മാവ് സരസ്വതിയോടുകൂടി ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. രുദ്രൻ ഗൗരിയോടുകൂടി ആ അണ്ടത്തെ ഭേദിച്ച് ആ സ്ഥാവര ജംഗമങ്ങൾ എല്ലാം അവിടെ സൃഷ്ടിച്ച അതിനെയെല്ലാം ഭേദിച്ചു, ആ അണ്ടത്തെ ഭേദിച്ചു. എന്നിട്ടതിനെ വളരെ വിസ്താരമാക്കി ചമച്ചു. വിഷ്ണു എന്തു ചെയ്തു? ലക്ഷ്മിയോടുകൂടി അത് നല്ലതുപോലെ പരിപാലിച്ചു. വീണ്ടും വീണ്ടും വർദ്ധിച്ച് അതിൻ്റെ പരിപോഷിപ്പിച്ചു. അതിനെ വർദ്ധിക്കത്തക്കവണ്ണം പരിപാലിച്ചു. അതിനെ പരിപാലിച്ചതിന് ശേഷം ഒടുവിൽ രുദ്രൻ എന്ത് ചെയ്തു? ഗൗരിയോടുകൂടി അതിനെ സംഹരിച്ചു. ഈ മേൽപ്പറഞ്ഞ അവതാരങ്ങൾക്കെല്ലാം, അതായത് ജഗത്തിൻ്റെ സൃഷ്ടിക്ക് മൂലകാരണം ഈ ആദി മഹാലക്ഷ്മി ദേവി തന്നെയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സൃഷ്ടിയുടെ പ്രധാന രഹസ്യത്തെ പ്രാധാനിക രഹസ്യം കൊണ്ട് പറഞ്ഞിട്ട് വൈകൃതിക രഹസ്യം കൊണ്ട് ആ മഹാകാളി ദേവിയുടെയും മഹാസരസ്വതി ദേവിയുടെയും മഹാലക്ഷ്മി ദേവിയുടെയും ധ്യാനം, ഉപാസന എന്നിവ എങ്ങനെയാണെന്ന് ഇനി പറയുന്നതാണ് അടുത്ത രഹസ്യത്തിൽ. ഇവിടെ പ്രാധാനിക രഹസ്യം തീരുകയാണ്. അത് ഞാൻ ഒന്നുകൂടെ അത് പാരായണം ചെയ്ത് കേൾപ്പിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അഥ രഹസ്യത്രയം അസ്യ ശ്രീരഹസ്യത്രയസ്യ ബ്രഹ്മവിഷ്ണുരുദ്ര ഋഷയാः അനുഷ്ഠുപ്ഛന്തः മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവതാः മഹാലക്ഷ്മിർബീജം ശ്രീശക്തി ദുർഗാകീലകം സർവാഭീഷ്ടഫലസിദ്ധ്യർത്ഥേ ജപേ വിനിയോഗः. അഥ പ്രാധാനികരഹസ്യം. രാജോവാച ഭഗവന്നവതാരാമേ ചണ്ഡികായാസ്ത്വയോദിതാः ഏതേഷാം പ്രകൃതിം ബ്രഹ്മൻ പ്രധാനം വക്തുമർഹസി ആരാധ്യം യന്മയാ ദേവ്യാ സ്വരൂപം യേന തദ്വിജ വിധിനാ ബ്രൂഹി സകലം യഥാവത് പ്രണതസ്യ മേ. ഋഷിരുവാച ഇദം രഹസ്യം പരമം അനാഖ്യേയം പ്രചക്ഷതേ ഭക്തോസീതി ന മേ കിഞ്ചിത് തവാവാച്യം നരാധിപ. സർവസ്യാദ്യ മഹാലക്ഷ്മി ത്രിഗുണാ പരമേശ്വരി ലക്ഷ്യാലക്ഷ്യസ്വരൂപാ സാ വ്യാപ്യകൃത്സ്നം വ്യവസ്ഥിത. മാതുലിംഗം ഗദാം ഖേടം പാനപാത്രം ച ബിഭ്രതി നാഗം ലിംഗം ച യോനിം ച ബിഭ്രതി നൃപമൂർധനി. തപ്തകാഞ്ചനവർണാഭ തപ്തകാഞ്ചനഭൂഷണ ശൂന്യം തദഖിലം സ്വേന പൂരയാമാസ തേജസ. ശൂന്യം തദഖിലം ലോകം വിലോക്യ പരമേശ്വരി ബഭാരരൂപമപരം തമസാ കേവലേന ഹി. സാ ഭിന്നാഞ്ജനസങ്കാശ ദംഷ്ട്രാഞ്ചിതവരാനന വിശാലലോചന നാരി ബഭൂവ തനുമധ്യമ. ഖഡ്ഗപാത്രശിരഖേടൈ അലങ്കൃതചതുർഭുജ കബന്ധഹാരം ശിരസ ബിഭ്രാണാ ശിരസാംസ്രജം. സാ പ്രോവാച മഹാലക്ഷ്മീം താമസീ പ്രമദോത്തമ നാമകർമ്മ ച മേ മാതഃ ദേഹി തുഭ്യം നമോ നമഃ. താം പ്രോവാച മഹാലക്ഷ്മീ താമസീം പ്രമദോത്തമാം ദദാമി തവ നാമാനി യാനി കർമാണി താനി തേ. മഹാമായ മഹാകാളി മഹാമാരീ ക്ഷുധാദൃശ നിദ്രാതൃഷ്ണാ ജൈകവീര കാളരാത്രിർദുരത്യയ. ഇമാനി തവ നാമാനി പ്രതിപാദ്യാനി കർമ്മഭിഃ ഏഭി കർമ്മണി തേ ജ്ഞാത്വാ യോധീതേ സോഷ്ണുതേ സുഖം. താമിത്യുക്ത്വാ മഹാലക്ഷ്മി സ്വരൂപമപരം നൃപ സത്വാഘേനാതിശുദ്ധേന ഗുണേനേന്ദുപ്രഭം ദധൗ. അക്ഷമാല അങ്കുശധര വീണാപുസ്തകധാരിണി സാ ബഭൂവ വരാ നാരി നാമാന്യസ്യൈ ച സാ ദദൗ. മഹാവിദ്യാ മഹാവാണി ഭാരതീ വാക്സരസ്വതി ആര്യ ബ്രാഹ്മീ കാമധേനു വേദഗർഭാ ച ധീശ്വരി. അധോവാച മഹാലക്ഷ്മിർമഹാകാളിം സരസ്വതീം യുവാം ജനേതാം ദിവ്യൗ മിഥുനേ സ്വാനുരൂപതഃ. ഇത്യുക്ത്വാ തേ മഹാലക്ഷ്മീ സസർജ മിഥുനം സ്വയം ഹിരണ്യഗർഭൗ രുചിരൗ സ്ത്രീപുംസൗ കമലാസനൗ. ബ്രഹ്മൻ വിധേ വിരിഞ്ചേതി ധാതരിത്യാഹതം നരം ശ്രീപത്മേ കമലേ ലക്ഷ്മീത്യാഹമാദാ ശ്രിയം ച താം. മഹാകാളീ ഭാരതീ ച മിഥുനേ സൃജതഃ സഹ ഏതയോരഭിരൂപാണി നാമാനി ച വദാമി തേ. നീലകണ്ഠം രക്തബാഹും ശ്വേതാംഗം ചന്ദ്രശേഖരം ജനയാമാസ പുരുഷം മഹാകാളീ സിതാം സ്ത്രിയം. സരുദ്രശങ്കരസ്ഥാണു കവർദീ ച ത്രിലോചന
ത്രൈവിദ്യാ കാമധേനു ശാസ്ത്രീ ഭാഷാ സ്വരാക്ഷര സരസ്വതീ സ്ത്രിയം ഗൗരിം കൃഷ്ണം ച പുരുഷം നൃപ ജനയാമാസ നാമാനി തയോരപി വദാമി തേ വിഷ്ണുകൃഷ്ണോ ഹൃഷീകേശോ വാസുദേവോ ജനാർദ്ദന ഉമാ ഗൗരീ സതീ ചണ്ഡി സുന്ദരീ സുഭഗാ ശിവ ഏവം യുവതയഃ സദ്യ പുരുഷത്വം പ്രവേദിരേ ചക്ഷുഷ്മന്തോനുപശ്യന്തി നേതരേ തദ്വിദോ ജനാഃ ബ്രഹ്മണേ പ്രദദൗ പത്നിം മഹാലക്ഷ്മിർനൃപത്രയീം രുദ്രായ ഗൗരിം വരദാം വാസുദേവായ ച ശ്രിയം സ്വരയാ സഹ സംഭൂയ വിരിഞ്ചോണ്ഠമജീജനത് ബിഭേദ ഭഗവാൻ രുദ്രസ്തദ്ഗൗര്യാ സഹ വീര്യവാൻ അണ്ഠമധ്യേ പ്രധാനാധികാരകാര്യജാതമഭൂനൃപ മഹാഭൂതാത്മകം സർവം ജഗത്സ്ഥാവരജംഗമം പുപോഷപാലയാമാസ തല്ലക്ഷ്മ്യാ സഹ കേശവ സംജഹാര ജഗത്സർവം സർവഗൗര്യാ സംജഹാര ജഗത്സർവം സഹ ഗൗര്യാ മഹേശ്വരഃ മഹാലക്ഷ്മീരേവ മാതാ രാജൻ സർവേശ്വരേശ്വരി നിരാകാരാ ച സാകാരാ സൈവ നാനാഭിധാനഭൃത് നാമാന്തരൈർനിരൂപ്യൈഷ നാംനാ നാന്യേന കേനചിത് ഇതി രഹസ്യത്രയേ പ്രാധാനികരഹസ്യം. ഓം നമശ്ചണ്ഡികായൈ. ഓം ശ്രീ മഹാദേവി നമഃ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.